ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ രാജി. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, അതാണ് നമ്മുടെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ, ബാംഗ്ലൂരിലെ നമ്മുടെ സെൻറ്റ് തോമസ് പള്ളിയിൽ OVBS സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. OVBS എന്ന് വെച്ചാൽ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ ക്ലാസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എല്ലാവരും സൺഡേ സ്കൂൾ ഹാളിലേക്ക് വന്നു കേട്ടോ. ഇവിടെയാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പോൾ സൺഡേ സ്കൂളിൽ വന്നു. നമ്മളെല്ലാവരും കുട്ടികളുടെ ഏജ് അനുസരിച്ച് അവരെ ഓരോ സെക്ഷൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 6 സെക്ഷനാണ് ഉള്ളത് കേട്ടോ. ഇങ്ങനെ ബിഗിനർ, പ്രൈമറി, ജൂനിയർ, ഇൻ്റർമീഡിയറ്റ്, സീനിയർ ആൻഡ് സെക്കൻഡറി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. കുട്ടികൾ ബുക്കൊക്കെ വാങ്ങി വന്നിരുന്നു. അത് കഴിഞ്ഞൊരു ചെറിയ വെൽക്കമിങ് ഒക്കെ ഉണ്ടായിരുന്നു. ബ്രദർ ജോസഫ് വൈദ്യനാണ് ഈ ഒരു 4 ദിവസത്തെ നമ്മുടെ ഈ വെക്കേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രദർ വന്ന് ആദ്യം തന്നെ പ്രയർ സോങ് ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചു. ആദ്യം എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എല്ലാവരും പിക്കപ്പ് ചെയ്തെടുത്തു. എല്ലാവരും പാട്ടിലൊക്കെ ശ്രദ്ധിച്ചു. അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. പള്ളിയിൽ തിരിച്ചു വന്ന് കുട്ടികളെ ഓരോ ക്ലാസ്സായിട്ട് തിരിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബിഗിനറിലാണ് എൻ്റെ കൊച്ചാളുള്ളത്. അപ്പോൾ അവർക്ക് വലിയതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ കളറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടികൾ തൊട്ടുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരുടേതായ രീതിയിൽ കളർ ബുക്കിൽ കളറൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നേരെ പ്രൈമറിയിലേക്കാണ് പോകുന്നത്. പ്രൈമറിയിലേക്ക് പോകുമ്പോൾ 6 വയസ്സിന് മേളിലോട്ടുള്ള കുട്ടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരാകുമ്പോൾ അവർക്ക് ആദ്യം കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നാണ് അവരെ ആക്ടിവിറ്റിയിലേക്ക് തിരുന്നത്. പിന്നെ ജൂനിയറിലേക്ക് പോയി. ജൂനിയറിൽ എൻ്റെ വലിയ ആളുണ്ടായിരുന്നു. അപ്പോൾ അവരും അവരുടേതായ രീതിയിലുള്ള ഓരോരോ സെക്ഷനിലേക്ക് തിരിയുമായിരുന്നു. ക്ലാസ്സൊക്കെ ഉണ്ട്. അതായത് ബൈബിളിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അതാണ് ഈ വെക്കേഷൻ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത്. ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ജൂനിയർ കഴിഞ്ഞു. ജൂനിയറിൽ ഞാൻ ചെന്നപ്പോൾ ഉണ്ട് വലിയ ആളും വേറൊരു കുട്ടിയുടെ നിന്നിട്ട് ബുക്കിൽ തന്നെ എന്തോ ഒരു കഥയാണ് കേട്ടോ. അതിങ്ങനെ കോൺവെർസേഷൻ പോലായിരുന്നു. അവർ രണ്ടുകൂടെ അതിങ്ങനെ റീഡ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ സെക്കൻഡറിയും പ്രൈമറിയും ഇൻ്റർമീഡിയറ്റൊക്കെ ഓരോരോ ക്ലാസ്സുകളായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 1 o'clock ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ദിവസത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. വീണ്ടും കുട്ടികളെ എല്ലാവരും ഒരുമിച്ചിരുത്തി പാട്ടൊക്കെ പാടിപ്പിക്കുമായിരുന്നു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കുട്ടിക്കാലമൊക്കെ നമ്മൾ ഓർത്തു. OVBSനെ പറ്റി പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ജിനു. ഞാനോട് ഇങ്ങനെ പഴയ OVBSനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുട്ടിക്കാലമൊക്കെ ഓർക്കുമല്ലോ, ഒരു നൊസ്റ്റു ഫീലാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഒരു 1 മണി 1:30 ആയപ്പോഴേക്കും കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തു. ലഞ്ചെന്ന് പറഞ്ഞാൽ റൈസും ചിക്കൻ കറിയും പപ്പടവും സലാഡും ഒക്കെ കുട്ടി സൂപ്പർ ഒരു ലഞ്ചായിരുന്നു കേട്ടോ. ആ സമയത്ത് കുറേ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുന്നതിനൊക്കെ ഇതിനെ കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നേ. ലഞ്ചൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും അടുത്ത സെക്ഷൻ തുടങ്ങി കേട്ടോ. അടുത്ത സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളെ എല്ലാവരുടെ ഒരു 4 ഗ്രൂപ്പായിട്ട് തിരിച്ചു. അവർക്ക് ഓരോ മെൻറ്റേഴ്സിനെ ഇവിടെ കൊടുത്തിട്ട് 4 ഗ്രൂപ്പാക്കി കേട്ടോ. ഇവരൊക്കെയാണ് ആ മെൻറ്റേഴ്സ് കേട്ടോ. എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയില്ലേ. അങ്ങനെ അവരെ ആ ഗ്രൂപ്പ് തിരിച്ചതിന് ശേഷം ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ് സെക്ഷൻ വെച്ചിട്ട് അവർക്ക് ഓരോ ഗെയിംസ് ഒക്കെ കൊടുക്കുവേ. കഴിഞ്ഞ് ആയതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ കഴിച്ചപ്പോഴേക്കും എല്ലാവർക്കും ഒരു ക്ഷീണമായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാൻസും പാട്ടൂടെ കളിപ്പിച്ച് അവരെ ഒന്ന് എനർജി ആക്കി കേട്ടോ. കഴിഞ്ഞ വർഷമേ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ ഈ വർഷം അത് തന്നെ പാടി അവരെ ഒന്ന് എനർജി ആക്കി എടുത്തു കേട്ടോ. കണ്ടില്ലേ, കുട്ടികളെല്ലാം നല്ല എനർജി മൂഡിലെത്തിയില്ലേ. ഇതാണ് ഈ പാട്ടിൻ്റെ ഒരു ബലവേ. കൊച്ചാളും വലിയാളും കണ്ടില്ല, ഭയങ്കര ഇൻട്രസ്റ്റിലാണ് അവരത് കളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഗെയിം സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പാസിംഗ് ദ ബോൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് 6 കുട്ടികളെയാണ്. 6 കുട്ടികളെന്ന് വെച്ചാൽ നമ്മുടെ ആ ക്ലാസ് അനുസരിച്ചുണ്ടല്ലോ, ബിഗിനർ തൊട്ട് സെക്കൻഡറി വരെ. ഇതേ കണ്ടില്ലേ, കുട്ടികൾ വീഡിയോ എടുക്കുന്നതിന് കാണിക്കുകയാണ് കേട്ടോ. ഗെയിം വിൻ ചെയ്തത് 4 ടീമും സെക്കൻഡ് ടീമും ആണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് ഒരു ഗെയിം കൂടെ കൊടുത്തു, സൈമൺ സേസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമേ. അതിൽ വിൻ ചെയ്തത് 3rd ടീമാണ്. അങ്ങനെ കുട്ടികൾ ഹാപ്പിയായി എൻജോയ് ആയിട്ടൊക്കെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് കേട്ടോ. ഈ ഗെയിമോട് കൂടി ഈ ഒരു ദിവസത്തെ ക്ലാസ്സൊക്കെ അവസാനിച്ചായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് റിഫ്രഷ്മെൻ്റായിട്ട് ജ്യൂസും കേക്കും ഒക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ബായ് പറഞ്ഞ് പോയി കേട്ടോ. ടീച്ചേഴ്സിനെ പറ്റിയും പറയണം കേട്ടോ. എല്ലാവരും നല്ല കോപ്പറേറ്റീവായിട്ടുള്ള കുട്ടികൾക്ക് കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സാണ്. അവരെ പ്രത്യേകിച്ച് പറയണം. ടീച്ചേഴ്സ് മാത്രമല്ല, അവിടുത്തെ യൂത്ത് ലീഗ് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛനും എല്ലാവരും കൂടെ നിന്നു. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി കേട്ടോ. ഇനി 3 ദിവസം കൂടെ അടുത്ത ഹാപ്പിനെസ് വരുമല്ലോ എന്നുള്ള ചിന്തയിലാണ് കുട്ടികൾ മടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.